So, hello everyone, and I believe it is good evening. അതെ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നതും ഒരു ഈവനിങ് സമയത്ത് തന്നെയാണ്. സോ ഗുഡ് ഈവനിങ് ടു ദിസ് ന്യൂ സെഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സും റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പോൾ റെക്കോർഡിംഗ് ആയിരുന്നപ്പോൾ കമൻറ്റ് ഞാൻ ഒന്നും കണ്ടില്ല. അപ്പം ഐ ബിലീവ് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. സോ ഈ ക്ലാസ്സിലും നമ്മൾ അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ത്യ ഹോളായിട്ട് പഠിച്ചു. നമ്മൾ ഇനി ഇന്ത്യക്കകത്ത് നമ്മൾ കയറുവാണ്. അകത്തോട്ട് കയറുമ്പോൾ ഫിസിക്കൽ ഡിവിഷൻസ് ഉണ്ട്, അത്യാവശ്യം ഹെവിയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇത്തവണ അത്ര ഒരുപാട് എടുത്തില്ല, ഒരു ചെറിയ ടോപ്പിക്ക് മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ. കാരണം ലൈവ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഭയങ്കര സ്ലഗിഷായിട്ടാണ് ക്ലാസ് പോകുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് വരുന്ന സമയത്ത് അത് ഇന്നൊരൊറ്റ ടോപ്പിക്ക് എടുക്കുന്നുള്ളൂ. ഇന്ന് അഞ്ച് ആറ് ഫിസിയോളജിക്കൽ ഡിവിഷൻസ് ഉണ്ട് നമുക്ക്. അതിൽ ഒരാളെ മാത്രമേ ഇതിനെ എടുക്കുന്നുള്ളൂ. ബാക്കി വരുന്ന 4 to 5 ഞാൻ അടുത്ത ഉടനെ വരുന്നൊരു ലൈവ് സെഷൻ, ഇനി അടുത്ത ഈ ഒരു റെക്കോർഡിംഗ് കൂടെ കഴിഞ്ഞാൽ ഉടനെ ഒരു ലൈവ് സെഷൻ ഉണ്ടാവും, അതിൽ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഞാൻ ലൈവിൽ ആരുമില്ല, റെക്കോർഡിംഗ് ആയതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റുവാണെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, എൻ്റെ നോട്ട് റെഫർ ചെയ്യുന്നതായിരിക്കും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് വളരെ ഒരു ചെറിയ സെഷൻ തന്നെയായിരിക്കും, കാരണം ഒരൊറ്റ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ ഇന്ത്യയുടെ ഫിസിയോളജിക്കൽ ഡിവിഷൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ചെറിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളന്ന് പഠിച്ചതാണ് ഇന്ത്യ എന്ന് പറയുന്ന സബ് കോണ്ടിനെൻറ്റ്. അന്ന് ഇന്ത്യ എന്ന സബ് കോണ്ടിനെൻറ്റിൽ എങ്ങനെ ഹിമാലയാസ് ഫോം ആയത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, നമ്മൾ ഇന്ത്യ ഇരുന്ന ഭാഗമാണ് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് വന്ന് യുറേഷ്യൻ പ്ലേറ്റിനെ തട്ടി. എങ്ങനെ തട്ടി? ടെക്ടോണിക് മൂവ്മെൻറ്റ്സ് കാരണം അല്ലെങ്കിൽ ഒന്ന് തട്ടി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഏത് നദി പോകുന്നുണ്ടായിരുന്നു? തെത്തീസ് സീ ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം മാറ്റിക്കൊണ്ട് വന്ന് കൊളൈഡ് ചെയ്തപ്പോഴാണ് എന്തുണ്ടാകുന്നത്? നമുക്ക് മൗണ്ടൻസ് ഉണ്ടാകുന്നത്. ടു ബി പ്രിസൈസ്, നമുക്ക് ഹിമാലയാസ് ഫോം ആവുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഭാഗത്തെ മൗണ്ടൻസ് മിക്കതും എന്താവുന്നത്, നമുക്ക് ഫോം ആവാനുള്ള മെയിൻ റീസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മൗണ്ടൻസ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. സോ മൗണ്ടൻസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മെയിൻലി 3 കാറ്റഗറി ഓഫ് മൗണ്ടൻ ആണ് നമുക്ക് ഉള്ളത്. 3 കാറ്റഗറി ഓഫ് മൗണ്ടൻസ്. അപ്പോൾ കാറ്റഗറി നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇതിൻ്റെ എക്സാമ്പിൾസ് കുറച്ച് കട്ടിയാണ് ഓർത്തിരിക്കാൻ. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ പറയാം, ഓർമ്മയില്ലാത്ത ഞാൻ എൻ്റെ നോട്ട് റെഫർ ചെയ്ത് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്താണ് സംഭവം എന്ന് പറയാം. നമുക്ക് 3 തരം ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കുള്ളത് ഫോൾഡ് മൗണ്ടൻ, ബ്ലോക്ക് മൗണ്ടൻ, പിന്നെ വോൾക്കാനിക് മൗണ്ടൻ. അപ്പോൾ എന്താണ് ഈ 3 സാധനങ്ങൾ? ഫോൾഡ് മൗണ്ടൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ലടാ, 2 പ്ലേറ്റുകൾ വന്ന് കൂട്ടിമുട്ടി ഈ ഒരു പാറ്റേണിൽ, അതായത് ഈ ഒരു പാറ്റേണിൽ മൗണ്ടൻ രൂപീകരിക്കുകയാണെങ്കിൽ, അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് നിർമ്മിക്കുകയാണെങ്കിൽ അതിനെയാണ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. ബ്ലോക്ക് മൗണ്ടൻസ് എന്ന് പറയുമ്പോൾ ടെക്ടോണിക് ആക്ടിവിറ്റീസ് കാരണം ഫോൾട്ടിങ് ഉണ്ടാകുന്ന സമയത്ത്, അതായത് ചില ഭാഗം താഴ്ന്നും ചില ഭാഗം പൊങ്ങിയിരിക്കും. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ട് ബ്ലോക്ക് മൗണ്ടൻസ് ഉണ്ടാകുന്നു. ഇനി വോൾക്കാനിക് എങ്ങനെ ഉണ്ടാകുന്നു? നമ്മുടെ എർത്തിൻ്റെ അടിയിലുള്ള എർത്തിൻ്റെ ഇന്നർ ഭാഗത്തുള്ള ലാവ പുറത്തോട്ട് പാത്തുണ്ടാക്കി വരുമ്പോഴാണ് ഒരു വോൾക്കാനിക് മൗണ്ടൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ 3 ഡിവിഷൻസേ ഉള്ളൂ. നമുക്ക് എന്താണ് അടുത്ത സ്ഥലത്ത് ഡിജിറ്റൽ എഴുതിയിട്ടുണ്ട്. ഫോൾഡ് മൗണ്ടൻ ഫോംഡ് വെൻ 2 ടെക്ടോണിക് പ്ലേറ്റ്സ് കൊളൈഡ് ആൻഡ് കംപ്രസ്, ക്രസ്റ്റ് ബെൻസ് ആൻഡ് ഫോൾഡ്സ്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്. 2 ടെക്ടോണിക് പ്ലേറ്റ്സ് വന്നു, കൂട്ടി മുട്ടുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ഷേപ്പ് ആവുന്നു, അൺഈവൻ ഡിസ്ട്രിബ്യൂഷനായി മാറുന്നു. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഹിമാലയാസ് ആണ്. അപ്പോൾ ഈ ഫോൾഡ് മൗണ്ടനെ പറ്റി പറയുമ്പോൾ നമുക്ക് 2 തരമുണ്ട്. നമുക്ക് യങ്ങും ഉണ്ട്, ഓൾഡും ഉണ്ട്. ഇനി എന്തുകൊണ്ട് ഈ യങ് ഓൾഡ് എന്ന് പറയുന്നത്? യങ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും അതിൻ്റെ ഹൈറ്റ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. യങ്ങിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹിമാലയാസ് ആണ്. ഓൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ ഹൈറ്റ് കുറച്ചായിട്ട് കുറയുവാണ്. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആരവല്ലീസ് ആണ് എന്ന് പറയാം. അപ്പോൾ എക്സാമ്പിൾ ഇവിടെ കിടക്കുന്ന പോലെ ഹിമാലയാസ് എവിടെയാ? ഇന്ത്യയിലാണ്. ആൽപ്സ്, പിന്നെ ആൻഡീസ് മൗണ്ടൻ. അപ്പിയറൻസ് എങ്ങനെയാ? ലോങ് ചെയിൻ, വെരി ഹൈ പീക്ക്, റിഡ്ജസ് ആൻഡ് വാലീസ് കാണപ്പെടും. എന്താ വാലീസ് എന്നറിയാലോ? ചെറുതായിട്ട് ഉണ്ടാകുന്ന ആ പാതയിൽ കൂടെ വെള്ളം ഒഴുകുന്നതിനാണ് വാലീസ് എന്ന് പറയുന്നത്. മെയിൻ കോസ് എന്താ? ടെക്ടോണിക് കംപ്രഷൻ. 2 ടെക്ടോണിക് പ്ലേറ്റ്സ് വന്ന് കൂട്ടിമുട്ടുമ്പോൾ, 2 വന്ന് കംപ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ ഒരു മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത്. അടുത്തത് ബ്ലോക്ക് മൗണ്ടൻ. ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിയേറ്റഡ് വെൻ ലാർജ് ക്രസ്റ്റൽ ബ്ലോക്സ് ആർ റൈസ്ഡ് ഓർ ലോവേർഡ്. അതായത്
എർത്തിൻ്റെ ക്രസ്റ്റിൽ നേരത്തെ പറഞ്ഞ പോലെ എർത്തിൻ്റെ ക്രസ്റ്റിൽ ഇങ്ങനെ ഫ്രാക്ചേഴ്സ് ഒരു ഭാഗം താഴ്ന്നും കുറച്ച് ഭാഗം പൊങ്ങിയിരിക്കുകയാണെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത് ബ്ലോക്ക് മൗണ്ടൻസ് എന്ന് പറയുന്നത്. എൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വോസ്ജസ് ഫ്രാൻസിലാണ്, പിന്നെ നെവാഡ USA, ബ്ലാക്ക് ഫോറസ്റ്റ് ജർമ്മനി. അപ്പിയറൻസ് 1 ബ്ലോക്ക് റൈസ്. ആ റൈസായി നിൽക്കുന്നത് അതായത് ഞാൻ പറഞ്ഞില്ലേ നമുക്കിങ്ങനെ പൊങ്ങി താഴ്ന്നു നിൽക്കുന്നത്, ഈ പൊങ്ങി നിൽക്കുന്ന ഈ ഭാഗത്തിന് ഹോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്, HORST ഹോസ്റ്റ്. താഴ്ന്നു നിൽക്കുന്ന ഈ ഭാഗത്തിന് ഗ്രബൻ എന്നാണ് വിളിക്കുന്നത്, ഗ്രാബൻ. മറക്കാതിരിക്കാനുള്ള കോഡ് പറഞ്ഞുതരാം. ഗ്രാബ് എപ്പോഴും നമ്മൾ പിടിക്കുന്നത് വീഴാൻ പോകുമ്പോഴല്ലേ പിടിക്കുന്നത്. സോ ഗ്രബൺ വീഴ്ന്ന് കിടക്കുന്ന ഭാഗമാണ് എന്ന് ഓർത്തിരിക്കുക. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്ന ഫോൾട്ടിങ്? എന്താ ഫോൾട്ടിങ്? എർത്തിക്കൊക്കെ കാരണം ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ്മെന്റ് ആവും. ഈ മൂവ്മെന്റ് ആണ് ചില ഭാഗങ്ങൾ വേക്കൻ്റ് ആവും. വേക്കൻ്റ് ആവുന്നത് കാരണം അവിടെ ഒന്നും ഇല്ലാത്തത്, ആ ഫ്ലോറിനെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗം കുഴിയും. അതാണ് ഫോൾട്ടിങ് എന്ന് പറയുന്നത്. അടുത്തത് ലാസ്റ്റ് വൺ വോൾക്കാനിക് മൗണ്ടൻസ് ആണ്. ഫോർമേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിൽഡ് ബൈ റിപ്പീറ്റഡ് എറപ്ഷൻ ഓഫ് ലാവ, ആഷ് ആൻഡ് വോൾക്കാനിക് മെറ്റീരിയൽ. നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എർത്തിൻ്റെ അടിയിലുള്ള ലാവ പുറത്തോട്ട് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് എന്തെന്ന് പറഞ്ഞു, വോൾക്കാനിക് എന്ന് പറഞ്ഞു. എക്സാമ്പിൾ മൗണ്ട് ഫൂജി ജപ്പാനിലാണ്, മൗന ലോവ ഹവായി, കിളിമഞ്ചാരോ ടാൻസാനിയ. ഇത് മൂന്നാണ് മെയിനായിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പിയറൻസ് കോൺ ഷേപ്ഡ് ആണ്, സെൻട്രൽ ക്രേറ്റർ ഐസൊലേറ്റഡ് ആണ്. അതായത് കോൺ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇത് സെൻട്രൽ ക്രേറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം ഐസൊലേറ്റഡ് ആയിരിക്കും. കോസ് എന്താ? വോൾക്കാനിക് ഇറപ്ഷൻസ്. ഇതാണ് നമുക്കുള്ള മെയിൻ ആയിട്ടുള്ള എന്ന് പറയുന്ന 3 തരം മൗണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ എക്സാമ്പിൾ ആരാണ് ചോദിക്കുകയാണെങ്കിൽ ഹിമാലയാസ് ആണ്. ഓൾ ഇൻ എക്സാമ്പിൾ ആരവല്ലീസ് ആണ്. ഓക്കെ ആണോ? ശരി, ഞാൻ പടം ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഇത് ആവശ്യമില്ല, നമുക്ക് പടം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോൾഡ് മൗണ്ടൻ എങ്ങനെ ഇരിക്കുന്നത്? ടെക്ടോണിക് പ്ലേറ്റ്സ് കാരണം ഇങ്ങനെ കൊളായിട്ട് കംപ്രഷൻ കാരണം കൊളായിരിക്കുവാണ്. ബ്ലോക്ക് മൗണ്ടൻസ് ഞാൻ പറഞ്ഞില്ലേ ഫോൾട്ട് സോൺ കാരണം ഒരു ഭാഗം താഴ്ന്നും ഒരു ഭാഗം പൊങ്ങിയാണ് ഇരിക്കുന്നത്. താഴ്ന്നിരിക്കുന്ന ഭാഗത്തിന് ഗ്രബൻ എന്ന് വിളിക്കും, പൊങ്ങിയിരിക്കുന്ന ഭാഗം ഹോർസ്റ്റ് എന്ന് വിളിക്കും. വോൾക്കാനിക് മൗണ്ടൻസ് എന്താ? ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇരിക്കും. ടൈപ്സ് ഓഫ് മൗണ്ടൻസ്. ഓക്കെ, ഇനി നമുക്ക് വരാം നമ്മളെ മെയിൻ സ്ഥാനത്തിലോട്ട്, അതായത് ഹിമാലയാസ്. അപ്പോൾ ഹിമാലയാസ് പഠിക്കുമ്പോൾ എനിക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ കൺട്രി പഠിക്കുന്ന സമയത്ത് മാപ്പ് വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും സൗകര്യം. നമുക്ക് ഇമാജിൻ ചെയ്തെടുക്കാനും നമുക്ക് പെട്ടെന്ന് മനസ്സിലെടുക്കാനും എളുപ്പമാണ്. എളുപ്പം ഇൻ ദ സെൻസ് മീൻസ് നിങ്ങൾക്ക് തന്നെ ഒരു ചോദ്യം ചോദിക്കുവാണ്, നേപ്പാൾ ആരൊക്കെയായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ആരൊക്കെയുണ്ട്? ഉത്തരാഖണ്ഡ് ഉണ്ട്, പിന്നെ ഉത്തർപ്രദേശ് ഉണ്ട്, ബംഗാളുണ്ട്, ബീഹാറുണ്ട്. എനിക്കിതെങ്ങനെ പറയാൻ പറ്റി? ആ ഫിഗർ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു മാപ്പ് വെച്ച് പഠിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഉത്തരാഖണ്ഡ് ഉണ്ട്, ഇവിടെ ഉത്തർപ്രദേശ് ഉണ്ട്, സോറി ഒന്ന് വരച്ചാണിച്ചു ഒന്നുകൂടെ. ഞാൻ നേപ്പാൾ ഇരിക്കുന്ന ഭാഗം മാത്രം എടുക്കുന്നേടാ, ഈ ഒരു ഭാഗം ഇങ്ങനെ. ഇവിടെ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പിന്നെ വെസ്റ്റ് ബംഗാൾ. ഇതാണ് നേപ്പാളിലിരിക്കുന്ന സ്ഥലം അല്ലേ? അപ്പോൾ എപ്പോഴും ഇമേജ് വെച്ച് പഠിക്കുക. ഒരിക്കലും ഒറ്റ നോട്ടം കാണുമ്പോൾ ആർക്കും ഓർമ്മ നിൽക്കത്തില്ല. എനിക്കും ഞാൻ ഫസ്റ്റ് ടൈം പഠിക്കുന്ന സമയത്തും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. പക്ഷേ എപ്പോഴും മനസ്സിലാക്കുക, ജിയോഗ്രഫി പഠിക്കാൻ ബെസ്റ്റ് സ്ഥലം, ബെസ്റ്റ് കാര്യം രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് അവിടെ പോവുക. നമുക്ക് ഹിമാലയസിൽ എന്തായാലും എല്ലാ ദിവസവും പോകാൻ പറ്റത്തില്ല, ബട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ്, ദ്രവിഡ്, നഗർ സ്റ്റൈൽ, ഇതൊക്കെ നമുക്ക് ഓർമ്മ നിൽക്കും. ദ്രവിഡ് എന്താണ്, നഗർ എന്താണെന്ന് ഓർമ്മ നിൽക്കും. പക്ഷേ അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടി എന്താ ചെയ്യണം? നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവുക. ഓക്കെ, തഞ്ചാവൂരിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാജരാജ ചോള ഉണ്ടാക്കിയ ടെമ്പിൾസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ അതൊക്കെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. പോകാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, യൂട്യൂബിൽ സെർച്ച് ചെയ്താലും മതി. നമുക്ക് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ബ്രെയിനിന് ഓർമ്മ നിൽക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഹിമാലയാസ് നോക്കാം. അപ്പോൾ ഹിമാലയസിനെ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെ ഉണ്ടായത്. നമ്മുടെ ഇന്ത്യൻ ഓസ്ട്രേലിയൻ പ്ലേറ്റ് വന്ന് യുറേഷ്യൻ പ്ലേറ്റിനെ വന്ന് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടായതാണ് ഹിമാലയാസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹിമാലയാസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് യങ് ഫോൾഡ് മൗണ്ടൻ. അതിപ്പോഴും റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരാം. ഇതാണ് നമ്മുടെ ഡിവിഷൻസ് എന്ന് പറയുന്നത്. ഡിവിഷൻസ് എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ലടാ, ഞാൻ വീണ്ടും വരയ്ക്കാം. അടുത്തൊരു ഫിഗർ ഉണ്ട്, എന്നിരുന്നാലും അതിലോട്ട് പോകുന്നതിന് മുന്നേ പറയാനാ.
നമ്മളെ ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഭാഗം ട്രാൻസ് ഹിമാലയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് ട്രാൻസ് ഹിമാലയ. ടി. ഗ്രേറ്റ് ഹിമാലയ എന്ന് പറയുമ്പം അതിൻ്റെ താഴെ ഗ്രേറ്റ് ഹിമാലയ ജി. ലെസർ ഹിമാലയ എന്ന് പറയുമ്പം ഈ ഒരു ഭാഗത്ത് വരും. ഈ കാണുന്ന ഈ 4 അതിലെ പീക്കുകളെ പറ്റി പറയുന്നതല്ല. ഈ ലെസർ ഹിമാലയത്തിൽ ഈ 4 വിളിക്കുന്ന പേരുകളാണ് ഓരോ സ്റ്റേറ്റിലും. അതെന്താണെന്ന് ഞാൻ പറയാം. ലാസ്റ്റ് വൺ ശിവാലിക്. ഔട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇവിടെ വരും. അത് ഡിസ്കണ്ടിന്യൂഡ് ആണ് ശിവാലിക്. ഓക്കെ ആണോ? ഈ കാണുന്ന ഇത്രയെന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്രേറ്റ് ഹിമാലയൻ എവിടെ ഗ്രേറ്റ് ഇത്രയും ഈ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് അങ്ങറ്റം എൻഡിങ് വരെ ഫിഗർ തെറ്റാണെന്ന് വരച്ച ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ബട്ട് യു ഗെറ്റ് ദി ഐഡിയ. അടുത്ത ഫിഗർ എടുക്കാൻ മനസ്സിലായി. ഇങ്ങറ്റം വരെയുള്ള മൗണ്ടൻസിൻ്റെ ഓർഡറാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നൊന്നാ നോക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ. ട്രാൻസ് ഹിമാലയത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം 3 സ്പ്ലിറ്റ് ചെയ്യാം. കാരക്കോരം, ലഡാക്ക്, സസ്കർ, KLZ എന്ന് ഓർത്തിരിക്കുക. ഇത് 3 മെയിനായിട്ട് അതിൽ വരുന്ന മൗണ്ടൻസ്. അപ്പോൾ നമുക്ക് ഇമേജ് നോക്കാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഹിന്ദുക്കുഷ്, കൺലൻ, MTS അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം പറഞ്ഞു എന്താ കാരക്കോരമല്ലേ ഞാൻ പറഞ്ഞത്. ഇതാ നടക്കുന്നു കാരക്കോര. കുറച്ച് പതുക്കെ ആയിരിക്കും പോകുന്നത്. കാരണം മാപ്പ് സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ തെറ്റും. അതുകൊണ്ട് ബെയർ വിത്ത് മീ. ഓക്കെ. കാരക്കോര എന്താ നടക്കുന്നു? കാരക്കോരം തോടക്കുന്നു. അപ്പോൾ കാരക്കോരം എങ്ങനെയാ പോകുന്നത്? കാരക്കോരം, പിന്നെ ആരാ? ലഡാക്ക്, പിന്നെ സസ്കർ. 3 കണ്ടല്ലോ. കാരക്കോരം, ലഡാക്ക്, സസ്കർ. കാരക്കോരത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് നടക്കുന്ന രാക്ക പോഷി അല്ലെങ്കിൽ മൗണ്ട് K2 എന്നും ഇതിനെ പറയും. എന്ത് പറയടാ? മൗണ്ട് K2 എന്നും ഇതിനെ പറയും. മൗണ്ട് K2 രാക്കാപോഷി ഇതിലാണ് കാണപ്പെടുന്നത്. ലഡാക്കിലോട്ട് വരാം. അടുത്ത് സസ്കാർ റേഞ്ച് എടുക്കുമ്പോൾ ഇതാണ് സസ്കാർ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ തൊട്ട് താഴെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു റബ്ബ് ചെയ്യുവാണിത്. കുറച്ച് സമയം എടുക്കും ഇത്. കാരണം വളരെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ തെറ്റും. ഇതിൽ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട്. നേരത്തെ ഗ്രേറ്റ് ഹിമാലയ പറഞ്ഞില്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഇതാ പോകുന്നു. അത് വരച്ചു. നന്ദാദേവി. എടുത്ത ആൾ മാറിപ്പോടാ. അതാണ് ഞാൻ പറഞ്ഞത്. സൂക്ഷിച്ചില്ലെങ്കിൽ തെറ്റുമെന്ന്. ഇതാ പോകുന്നു. അതാണ് ഗ്രേറ്റർ ഹിമാലയാസ് എന്ന് പറയുന്നത്. സസ്കാർ റേഞ്ച് ഇതാ സസ്കർ റേഞ്ച്. ഇത് സസ്കർ റേഞ്ചാ. ഞാൻ വേറെ കളറിട്ട് വരാം. ഒന്നൊന്നിട്ട് വേറെ കളറിട്ട് വരയ്ക്കാം. ഒന്നൊന്നുകൊണ്ട് പറയാം. ഈ കാണുന്നത് കാരക്കോരം. ആ കാണുന്നതാണ് കാരക്കോരം. ലഡാക്ക്. ഇതാ ലഡാക്ക്. ഇങ്ങനെ പോകുന്നു. സസ്കർ എന്ന് പറയുമ്പോൾ ഇതുവഴി പോകുന്നതാണ് സസ്കർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത് ഞാൻ വരയ്ക്കാൻ പോകുന്ന സാധനമാണ് എന്ത്? നമ്മൾ ഗ്രേറ്റ് ഹിമാലയ എന്ന് പറയുന്നത് പോകുന്നു. വരുന്നു. ഇതാണ് ഗ്രേറ്റ് ഹിമാലയ. ഇനി ഇതിലുള്ള മെയിൻ മൗണ്ടൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നടക്കുന്നുണ്ട്. നന്ദാദേവി, മൗണ്ട് എവറസ്റ്റ്, ധൗളാഗിരി, അന്നപൂർണാദേവി, കാഞ്ചൻജംഗ, മക്കാലു. ഇനി 2 പേരും കൂടെ ഉണ്ട്. ഇവിടെ നങ്കാ പർവ്വതല്ലേ? നങ്കാ പർവ്വതം ഉണ്ട്. പിന്നെ ഇങ്ങറ്റത്ത് ഈ ഭാഗത്തായിട്ട് നംച പർവ്വതമുണ്ട്. നംച പർവ്വതം. എന്തുകൊണ്ട് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഹ്മപുത്ര ഇവിടെ നിന്ന് U-ടേൺ അടിച്ചാണ് അരുണാചൽ പ്രദേശിൻ്റെ അത് കയറുന്നത്. അപ്പോൾ അതവിടെ എത്തുമ്പോൾ ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ ഇതാണ് മെയിൻ. നമ്മൾ നേരത്തെ സ്ലൈഡിൽ ആരൊക്കെ കണ്ടായിരുന്നു? നന്ദാദേവി കണ്ടോ? ഇത് നന്ദാദേവി എവിടെ? നന്ദാദേവി നടക്കുന്നു. പിന്നെ ആരാ?
അന്നപൂർണ ദേവി, എവിടെ അന്നപൂർണ ദേവി, ധോളാഗിരി. ഇത് സൂക്ഷിക്കുക, ധോളാഗിരി അല്ലേ, ഐ തിങ്ക് യെസ് മിസ്റ്റേക്ക് ആയിപ്പോയി. ധോളാഗിരി ഇതിൻ്റെ അകത്ത് വരുന്നതല്ല. ധോളാഗിരി ഉണ്ട്, ധോളഗിരി ഉണ്ട്. ഓക്കെ, വ്യത്യാസമുണ്ടടാ. ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് ധോളഗിരി, ഇത് ധൗളാഗിരി. ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അടുത്താരെ കണ്ടേ? മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ. മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് മക്കാലു, കാഞ്ചൻജംഗ, നാംച പർവ്വത്, ഗൗരീശങ്കർ ഇതിലുണ്ട്. ഇതിൽ ഇല്ലാന്ന് തോന്നുന്നു ഗൗരീശങ്കറും ഇതിനകത്തുണ്ട്. ഓക്കെ, ഗൗരീശങ്കർ, പിന്നെ ബാക്കി എല്ലാവരും ആയിട്ടുണ്ട്. സോ ഇതാണ് മെയിൻ സാധനങ്ങൾ. ഇനി ഞാൻ എന്തുകൊണ്ട് ഇത് മാപ്പിലിട്ട് പഠിപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ലടാ. നേപ്പാൾ ഏതാ ഇതിൽ? ഈ ഭാഗത്തല്ലേ നേപ്പാൾ? ഇവിടെ തുടങ്ങി ഈ ഒരു ഭാഗം വരെ നേപ്പാൾ അല്ലേ? അപ്പോൾ നേപ്പാളിൻ്റെ താരക്ക് വരും നന്ദാദേവി, അന്നപൂർണ ദേവി, മൗണ്ട് മൊക്കാലു, മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ. കത്തിയോ? അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, മാപ്പ് വെച്ച് വരച്ചത്. ഒന്നുകൂടെ ജസ്റ്റ് കൺഫേം ചെയ്യാം. സ്ലോ ആയിട്ട് തന്നെയാണ് പോകുന്നത്, വേറെ ഒന്നിനുമല്ല, തെറ്റാതിരിക്കാൻ വേണ്ടിയാ. ഓക്കെ, അന്നപൂർണ ദേവി ഞാൻ അപ്പുറത്തും കൂടെ എഴുതിയിട്ട് ഒന്നുകൂടെ പറയാം. ഓക്കെ, അന്നപൂർണ ദേവി, ധോളാഗിരി, ഗൗരീശങ്കർ, മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് മക്കാലു. കാഞ്ചൻജംഗ എവിടെയാണ് വരുന്നത്? കാഞ്ചൻജംഗ സിക്കിമിലാണ്. അത് മാത്രം ഓർത്തിരിക്കുക, ഡിഫറെൻ്റ് ആയിട്ട്. കാഞ്ചൻജംഗ സിക്കിമാണ്. നംച പർവ്വത്, നങ്ക അല്ല, നംച പർവ്വത് എവിടെ വരുന്നത്? AP, അരുണാചൽ പ്രദേശിലാണ്. നങ്ക പർവ്വതം എന്ന് പറയുമ്പോഴാണ് അത് എവിടെ വരുന്നത്? അത് ജമ്മു കാശ്മീരിൽ വരുന്നത്. നന്ദാദേവി, അന്നപൂർണ ദേവി, ധോളാഗിരി, ഗൗരീശങ്കർ, മൗണ്ട് മക്കാലു, ഇതെല്ലാം എന്താ? നേപ്പാള. മനസ്സിലാവുന്നുണ്ടോടാ? ഒന്നുകൂടെ ഞാൻ കാണിക്കാം. എവിടെ? റീകോൾ ചെയ്. നന്ദാദേവി, ധോളാഗിരി ഇല്ല, ധോളഗിരിയ, സ്പെല്ലിംഗ് ചെറിയ വ്യത്യാസമുണ്ട്. അന്നപൂർണ ദേവി, മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് മക്കാലു, കാഞ്ചൻജംഗ സിക്കിമിലാണ്. പിന്നെ അങ്ങറ്റത്ത് ആരുണ്ട്? നംച പർവ്വതമുണ്ട്, പിന്നെ ഇവിടെ നങ്കാ പർവ്വതം ഉണ്ട്. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന എന്ത്, നമ്മുടെ ഗ്രേറ്റർ ഹിമാലയാസിൽ വരുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ലെസർ ഹിമാലയ എടുക്കുന്ന സമയത്ത് ഇതിൽ ഓരോ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന പേരുള്ള പീർ പഞ്ചൽ എവിടെ അറിയപ്പെടുന്നത് വെച്ചാൽ ജമ്മു ആൻഡ് കാശ്മീരിലാണ് പീർ പഞ്ചൽ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത് ധോളാഗിരി എടുക്കുവാണെങ്കിൽ ധോളാഗിരി ഹിമാചൽ പ്രദേശിലാണ് അറിയപ്പെടുന്നത്. അടുത്ത് നാഗഡപ്പ എടുക്കുവാണെങ്കിൽ അത് മെയിൻലി അറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡ്, UK എന്ന് മാത്രമേ ഇടുന്നുള്ളൂ. ഉത്തരാഖണ്ഡിലാണ് അറിയപ്പെടുന്നത്. മഹാഭാരത് റേഞ്ച് എന്നറിയപ്പെടുന്നത് നേപ്പാളിലാണ്. ഇതെന്ന് പറയുന്നത് അവിടെയുള്ള മൗണ്ടൻ റേഞ്ചസ് അല്ല, ഇതിൽ ഈ പറയുന്ന മൗണ്ടൻ റേഞ്ചിന്റെ വേറെ പേരുകളാണ്. ജമ്മു കാശ്മീരിൽ പീർ പഞ്ചൽ എന്നറിയപ്പെടും, ധൗളാഗിരി എന്ന് ഹിമാചൽ പ്രദേശിൽ അറിയപ്പെടും, നാഗ്ഡാപ്പ എന്ന് ഉത്തരാഖണ്ഡിൽ അറിയപ്പെടും, ആൻഡ് മഹാഭാരത് റേഞ്ച് എന്ന് നേപ്പാളിൽ അറിയപ്പെടും. ശിവാലിക് എന്ന് പറഞ്ഞാൽ ഔട്ടർ ഹിമാലയാസ് ആണ്, അതിലധികം നമുക്ക് വരുന്നില്ല. അതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം കുറച്ച് ബൈഫിക്കേഷൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ബട്ട് മെയിൻലി നിങ്ങൾ അറിയേണ്ടത് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, അതായത് ഇങ്ങനെ വരുന്നത്. എക്സാമിന് വേണ്ടി മാത്രം, ഇങ്ങനെ ആക്ച്വൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയല്ല. ഹിമാദ്രി, ആരാ ഹിമാദ്രി എന്ന് പറയുന്നത് സാർ? ഇതാണ് ഗ്രേറ്റർ ഹിമാലയാസ് ആണ് ഹിമാദ്രി. അടുത്ത് ഹിമാചൽ, ആരാ ഹിമാചൽ? ഇതാണ് ഹിമാചൽ. പിന്നെ ശിവാലിക്, ഇതിൽ കശ്മീർ വാലി ഈ രണ്ടുപേർക്കിടയിലാണ് വരുന്നത്. കശ്മീർ വാലി ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. കശ്മീർ വാലി ഹിമാചലിനും ശിവാലിക്കിനും ഇടയ്ക്കാണ് ഡെറാഡൂൺസ് കാണപ്പെടുന്നത്. ഡൂൺസ് കാണപ്പെടുന്നത്. ഏറ്റവും വലിയ ഡൂൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെറാഡൂണാണ്. ഇതാണ് മെയിനായിട്ട് വരുന്ന നമുക്കുള്ള സാധനങ്ങൾ. നോട്ട് റെഫർ ചെയ്യുവാണ്, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി. ഹൈയസ്റ്റ് പീക്ക് ഗ്രേറ്റ് ഹിമാലയാസ് പറഞ്ഞു. അടുത്ത് ശിവാലിക്ക് പറഞ്ഞു.
പിന്നെ ഒരു ചെറിയൊരാളും കൂടെ ഉണ്ട്, അതായത് ഈസ്റ്റേൺ അല്ലെങ്കിൽ പൂർവഞ്ചൽ ഹിൽസ്, അതും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ കഴിഞ്ഞു, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. പൂർവഞ്ചൽ ഹിൽസ് ആരാണെന്ന് ചോദിച്ചാൽ ഈ അറ്റത്ത് കാണുന്ന ആളുകളാണ്. ഇത് നടക്കുന്നു. പട്കായ് ബം, നാഗ ഹിൽസ്, മീസോ ഹിൽസ്. ഒരാളും കൂടെ ഉണ്ടാ. മീസോ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്. മണിപ്പൂർ എവിടെയാ? ഈ ഭാഗത്താണ് വരുന്നത്. എന്താ ഇവിടെ മീസോ ഹിൽ, മണിപ്പൂർ ഇവിടെ എഴുതുന്നില്ല, എഴുതിയ കൊള്ളാം. ഓക്കെ, ഈ 4 എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രോമിനൻറ്റ് റേഞ്ച്. എവിടെ വരുന്ന പ്രോമിനൻറ്റ് റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റേൺ അല്ലെങ്കിൽ പൂർവഞ്ചൽ ഹിൽസിൽ വരുന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ള പീക്സ് അല്ലെങ്കിൽ സൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ള സാധനങ്ങൾ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ്. അപ്പോൾ റീജിയണൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ റീജിയണൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ അല്ല പറയുന്നത്, ഈ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയ. അതായത് ഹിമാലയാസിൻ്റെ ഒഴുക്കനുസരിച്ച്, പോകുന്ന നദികളുടെ ഒഴുക്കനുസരിച്ച് ഹിമാലയാസിന് ഓരോരോ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരും. നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഡസ് റിവറിനും സത്ലജ് റിവറിൻ്റെ ഇടയിൽ കൂടെ ഒഴുകുന്നതാണ് പഞ്ചാബ് ഹിമാലയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസും പഞ്ചാബും സത്ലജിൻ്റെ ഇടയിൽ ഒഴുകുന്നതാണ് പഞ്ചാബ് ഹിമാലയാസ്. അടുത്ത് സത്ലജും കാളി റിവറിനും ഇടയ്ക്ക് ഒഴുകുന്നതാണ് കുമയൂൺ ഹിമാലയാസ്. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. SKK. ഓക്കെ, അടുത്ത് നേപ്പാൾ ഹിമാലയാസും കാളി റിവറും തീസ്ത റിവറിനും ഇടയ്ക്ക് ഒഴുകുന്നതാണ് നേപ്പാൾ എന്ന് പറയുന്നത്. ഇതിന് കോഡ് ഉണ്ട്. ഇത് IPS ആണ്. ഇത് എനിക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. IPS അവിടെ ഉണ്ട്, വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് കോഡെന്ന് പറയാൻ പറ്റത്തില്ല. SKK ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. നമ്മൾ എസ് എന്ന് പറയും. നമ്മൾ വാട്സാപ്പിൽ എങ്ങനെ ടൈപ്പ് ചെയ്യുന്നത്? KK. അപ്പോൾ ഈ എസിന് പകരം ഈ എസ്, അപ്പോൾ SKK. അപ്പോൾ പിന്നെ ആലോചിക്കും, സാർ അപ്പോൾ SKK എന്താ സാർ? ഈ നടുക്ക് വരുന്ന ആളായിരിക്കും ആ ഹിമാലയൻ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ K എന്ന് പറയുന്നത് കൈലാഷ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കുമയൂൺ ഹിമാലയസ് ആണെന്ന് മനസ്സിലായി. കുമയൂൺ തിരിയും അല്ലേ? നമ്മളിങ്ങനെ പഠിച്ചാൽ ഉറപ്പായിട്ടും തിരിയും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ കോഡ് ഉണ്ടാക്കാം, കുഴപ്പമില്ല. വേറെ കോഡ് എങ്ങനെ ഉണ്ടാക്കാം? ആദ്യത്തത് കുഴപ്പമില്ലല്ലോ. ഇൻഡസിനും സത്ലജിൻ്റെ ഇടയ്ക്കാണ് ആരൊഴുകുന്നത്? പഞ്ചാബ്. അത് കുഴപ്പം വരത്തില്ലടാ, നമുക്ക് ഇത് നോക്കാം. സത്ലജും കാളിയും. സത്ലജ്, കുമാർ, കോഡ് കിട്ടുന്നില്ല. തൽക്കാലം SKK തന്നെ നിൽക്കട്ടെ. SKK 2-3 വട്ടം പറയുമ്പോൾ അത് മനസ്സിൽ നിൽക്കേണ്ടതാണ്. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് നേപ്പാൾ ഹിമാലയാസ്. അത് കാളി റിവറിനും തീസ്ത റിവറിനും ഇടയ്ക്കാണ്. കാളി റിവർ ആൻഡ് തീസ്ത റിവറിൻ്റെ ഇടയ്ക്കാണ് നേപ്പാൾ വരുന്നത്. അടുത്ത് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ആസാം ഹിമാലയാസ് ആണ്. അത് എന്ന് പറയുന്നത് ദിഹാങ് റിവറും തീസ്ത റിവറിൻ്റെ ഇടയ്ക്കാണ് ആസാം ഹിമാലയാസും വരുന്നത്. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ഹിമാലയാസിൻ്റെ ഡിവിഷൻസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പാസസും കൂടെ ഉണ്ട്. അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ഇൻക്ലൂഡ് ചെയ്യാത്ത കാരണം അത് അത്യാവശ്യം കുറച്ചുണ്ട്. അപ്പോൾ അടുത്ത ലൈവ് സെഷനിൽ വരുമ്പോൾ ഇതിൻ്റെ ചെറിയൊരു കണ്ടിന്യൂഷനായിട്ട് തീർന്നിട്ടില്ല. ഇനി കുറച്ചുകൂടെ ഉണ്ട് നമുക്ക് പോകാൻ. ഇനി കുറച്ചുകൂടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഹാൻഡിൽ ചെയ്യാനുണ്ട് നമുക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻസും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താ, നമുക്ക് പാസസ് ഉണ്ട്. ആ പാസസ് മാത്രം എന്തായിരിക്കും അടുത്ത ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫുൾ എടുക്കും. അന്ന് ലൈവ് ഉറപ്പായിട്ടും പോകും. ലൈവ് കുറച്ച് നീണ്ടാലും കുഴപ്പമില്ല, അന്ന് ഫുൾ എടുക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നൊന്നായിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്, ഒന്ന് ട്രൈ ചെയ്തേ.
ട്രൈ ചെയ്ത് പെട്ടെന്ന് പറഞ്ഞ ആൻസർ ആലോചിച്ച് റീകോൾ ചെയ്യാൻ പറ്റും നോക്കിയേ. ശരിടാ, അപ്പോൾ നമുക്ക് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൗണ്ടൻ. ഓക്കെ, നമുക്ക് നോക്കാം. ഫോൾഡ് മൗണ്ടൻസ്, അൺമ്യൂട്ട് ആണ്. Fold mountains like Himalayas are formed due to compressions and uplift of Earth's crustal layer during plate collision. അതെ, ഒന്ന് ശരിയാണ്. ഒന്ന് ശരിയാകുമ്പോൾ ആര് തെറ്റായി മാറും? സി നമുക്ക് കട്ടായി. 2, ബ്ലോക്ക് മൗണ്ടൻസ് സച്ച് ആസ് സെയ്റ നെവാഡ കണ്ടതാണ് ബ്ലോക്ക് മൗണ്ടൻ. ശരിയാ. When large crustal blocks are displaced vertically along fault due to tectonic forces. Yes, ശരിയാണ്. 2 ശരിയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം 2 ഇല്ലല്ലോ, ഇത് പോയി. അടുത്ത് വേറെ ആരുണ്ട്? വോൾക്കാനിക് മൗണ്ടൻസ് ലൈക്ക് മൗണ്ട് ഫ്യൂജി ആർ ബിൽഡ് ബൈ സക്സസീവ് എറപ്ഷൻസ് ഓഫ് ലാവ ആൻഡ് വോൾക്കാനിക് മെറ്റീരിയൽ. അതെ, 3 ശരിയാണ്. പക്ഷെ 3 നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞു 3 നോക്കണ്ട. എന്താ 3 രണ്ടിടത്തില്ലേ? ഉണ്ട്. അപ്പോൾ ബ്ലോക്ക് മൗണ്ടൻസ് ആർ ഓൾവേസ് ഹയർ ഇൻ എലിവേഷൻ ദാൻ ഫോൾഡ് മൗണ്ടൻസ്. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലേ? എപ്പോഴെങ്കിലും ഓൾവേസ്, only എന്നൊക്കെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ ദ പ്രോബബിലിറ്റി ഓഫ് ബീയിങ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ഈസ് ഒരു 75%. അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഓൾവേസ് എന്നോ ഓൺലി എന്നോ സ്റ്റേറ്റ്മെന്റ് വളരെ ഉറപ്പിച്ചു പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് തെറ്റാകാനുള്ള സാധ്യത 75%. എപ്പോഴും തെറ്റാവണമെന്നല്ല, ശരിയാവാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ചാൻസസ് ആർ അത് തെറ്റാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 3 ശരിയാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 ആണ്. ആൻഡ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ട്രൈ ചെയ്തേ, ഇത് ട്രൈ ചെയ്തേ. നോക്കാം. ഫോൾഡ് മൗണ്ടൻസ് ആർ ജനറലി യങ്. ഓക്കെ, ജനറലി എന്നാ പറയുന്നത്, ഓൾവേസ് എന്നല്ല. അപ്പോൾ അത് സാധ്യത ശരിയാണ്. ലോഫ്റ്റി ആൻഡ് റഗഡ് വിത്ത് പാരലൽ റേഞ്ചസ്, വൈൽ ബ്ലോക്ക് മൗണ്ടൻസ് ആർ ടിപ്പിക്കലി ക്യാരക്ടറൈസ്ഡ് ബൈ ഫ്ലാറ്റ് ടോപ്ഡ് ഹോസ്റ്റ് ആൻഡ് റിഫ്റ്റ് വാലി. ഈ താഴ്ന്നു ഇരിക്കുന്ന പ്രദേശം എന്താ? ഗ്രാബൻസ് ആണ് അല്ലേ? അവിടെ കൂടെ എന്തൊഴുകുന്നത്? വെള്ളം ഒഴുകുന്നത്. അങ്ങനെ റിഫ്റ്റ് വാലി ആവുന്നത്. അപ്പോൾ ഒന്ന് ശരിയാകുമ്പോൾ ആര് കട്ട് ചെയ്താൽ നമുക്ക് സീനെ കട്ട് ചെയ്യാം. അപ്പോൾ 2ാമത് നോക്കേണ്ടി വരും. The Vosges in Europe are an example of block mountain, while the Aravallis in India represent world's oldest fold mountain. നേരത്തെ വാമൊഴിയെ പറഞ്ഞതാണ്. 2 എന്താ? ശരിയാണ്. അപ്പോൾ 2 ശരിയാകുമ്പോൾ എൻ്റെ ആൻസർ ആവാൻ സാധ്യത ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി ആണ്. അപ്പോൾ നമ്മൾ ആരെ മാത്രം നോക്കിയാൽ മതി? 4th സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ മാത്രം നോക്കിയാൽ മതി. The East African Rift System is associated with both volcanic activities and block mountain formation. എനിക്ക് 4 ഡൗട്ടാണെന്ന് വിചാരിച്ചോ? 3ാമത്തെ വായിക്കുക. എപ്പോഴും നമുക്ക് 4ാമത്തെ വായിക്കും ഉത്തരം ഉടനെ കിട്ടണമെന്നില്ലല്ലോ. ഇല്ല. 3ാമത്തെ വായിച്ചു നോക്കാം. വോൾക്കാനിക് മൗണ്ടൻസ് ആർ ഓൾവേസ് ഫോംഡ് ഇൻ സബ്ഡക്ഷൻ സോൺ വേർ ഓഷ്യനിക് പ്ലേറ്റ് സിങ്ക് ബിലോ കോണ്ടിനെന്റൽ പ്ലേറ്റ്. ആണോ? അല്ല. സബ്ഡക്ഷൻ കാരണം ഉണ്ടോ? ബ്ലോക്ക് മൗണ്ടൻസ് അല്ലേടാ. അപ്പോൾ 3 തെറ്റാ. അപ്പോൾ 3 പോയി. അപ്പോൾ എൻ്റെ ആൻസർ ആരാ? ഓപ്ഷൻ നമ്പർ എ ആണ്. ഒരിക്കലും പാനിക് ആവാതെ. ചിലപ്പോൾ നമുക്ക് 4th ഞാൻ പറയുന്ന ഐഡിയയിൽ ചെയ്യുന്ന സമയത്ത് 4th സ്റ്റേറ്റ്മെന്റ് എത്തുമ്പോഴത്തേന് ഞാൻ സ്റ്റക്കാവാം. ഒരു കുഴപ്പമില്ല. എന്താ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ എന്താ? ദ ഈസ്റ്റേൺ ആഫ്രിക്കൻ റിഫ്റ്റ് വാലി സിസ്റ്റം ഈസ് അസോസിയേറ്റഡ് വിത്ത് ബോത്ത് വോൾക്കാനിക് ആക്ടിവിറ്റീസ് ആൻഡ് ബ്ലോക്ക് മൗണ്ടൻ ഫോർമേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ മിസ്സാവുന്ന സാധനങ്ങൾ ഇതിൽ കാണും. ട്രാൻസ് ഹിമാലയസിനെ പറ്റിയാണ്. ട്രൈ ചെയ്തേടാ.
വായിച്ചു നോക്കാം. ശരി. ദ ട്രാൻസ് ഹിമാലയാസ് ആർ ഓൾസോ നോൺ ആസ് തെത്തേസ് ഹിമാലയ. അതെ, കറക്റ്റ് ആണല്ലോ. ലൈസ് നോർത്ത് ഓഫ് ഗ്രേറ്റ് ഹിമാലയാസ് ആൻഡ് ആർ മെയിൻലി കമ്പോസ്ഡ് ഓഫ് സെഡിമെൻ്ററി റോക്സ്. ആക്ച്വലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, നോളജ് ബേസ്ഡ് ആണ് കുറച്ച്. നമുക്ക് അവിടെ വേണമെങ്കിൽ നമുക്ക് അറിയാവുന്ന ഐഡിയ വെച്ച് നമുക്ക് ചെയ്യാം. എങ്ങനെ? എപ്പോഴും എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് നോളജ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ഐഡിയ ആയിരിക്കും. എന്താ ഐഡിയ? ഞാൻ പറഞ്ഞു തെത്തിയസ് സീ ഉണ്ടായിരുന്നു. ഇന്ത്യൻ യൂറേഷ്യൻ പ്ലേറ്റും നമ്മുടെ ഓസ്ട്രേലിയൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും തമ്മിൽ ഇടയിൽ ആരുണ്ടായിരുന്നു? തെത്തിയസ് സീ ഉണ്ടായിരുന്നു. അപ്പോൾ തെത്തിയസ് സീയുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പേര് തെത്തിയസ് ഹിമാലയ ആവാൻ സാധ്യതയില്ലേ? സാധ്യത ഉണ്ട്. ലൈസ് നോർത്ത് ആണല്ലോ. നോർത്ത് ഓഫ് ഹൂം? ഗ്രേറ്റ് ഹിമാലയാസ് ആണ്. ശരിയല്ലേ? നമ്മൾ ഗ്രേറ്റ് ഹിമാലയയുടെ മണ്ടയിലല്ലേ പഠിച്ചത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താടാ? ശരിയാണ്. അപ്പോൾ ഇവൻ കട്ട്. മേജർ റേഞ്ചസ് ഓഫ് ട്രാൻസ് ഹിമാലയ ഇൻക്ലൂഡ് കാരക്കോരം, ലഡാക്ക്, സസ്ഗർ ആൻഡ് കൈലാഷ് റേഞ്ച്. കൈലാഷ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, കൈലാഷും കൂടെ ഉണ്ട്. മെയിൻലി നമുക്ക് 3 ഉള്ളത്. ഓക്കെ, ദ ട്രാൻസ് ഹിമാലയാസ് ആർ ജിയോളജിക്കലി യങ്ങർ ദാൻ ഗ്രേറ്റർ ഹിമാലയാസ് ആൻഡ് റെപ്രസെൻറ്റ് സദേൺ മാർജിൻ ഓഫ് ടിബറ്റൻ പ്ലാറ്റോ. എനിക്ക് കൺഫ്യൂഷനാണ്. നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. കാരണം എന്തുകൊണ്ടാണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാവുന്ന സമയത്ത് ഈ സ്റ്റേറ്റ്മെന്റ് കട്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ? ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ സി ആയിരിക്കും ആൻസർ. അപ്പോൾ നമുക്ക് ഫോർത്ത് നോക്കാം. ദ ഇൻഡസ് ആൻഡ് സട്ലജ് റിവർ ഫ്ലോസ് ത്രൂ ദ പാർട്ട് ഓഫ് ട്രാൻസ് ഹിമാലയ റീജിയൻ കട്ടിംഗ് ഡീപ്പ് ഗോർജസ്. ആണോ? അതെ, ആണ്. ഗോർജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര വലിയൊരു കുഴി പോലത്തെ ഒരു ഭാഗമാണ് ഗോർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 ശരിയാണ്. അപ്പോൾ 1, 2, 4 ശരിയാവാം. 1, 2, 3, 4 ശരിയാവാം. 3 ശരിയാണ്, തെറ്റാണ് നമുക്കറിയണം. ദ ട്രാൻസ് ഹിമാലയാസ് ആർ ജിയോളജിക്കലി യങ്ങർ ദാൻ ദി ഗ്രേറ്റർ ഹിമാലയാസ് ആൻഡ് റെപ്രസെൻറ്റ്. അങ്ങനെ വരുമോ? ഇല്ല. നമ്മൾ പഠിച്ചായിരുന്നു ഗ്രേറ്റർ ഹിമാലയാസിൻ്റെ അകത്താണ് ആര് വരുന്നത്? ഹിമാലയ വരുന്നത്. അപ്പോൾ ഹിമാലയ എന്താ? ഒരു യങ് മൗണ്ടൻ അല്ലേ? അപ്പോൾ ഹിമാലയ ഒരു യങ് മൗണ്ടൻ ആണെങ്കിൽ ട്രാൻസ് ഹിമാലയാസ് എങ്ങനെ യങ്ങറാവും? ഇവിടെ വന്നിടിച്ചതിന് ശേഷം അത് അവിടെ തന്നെ നിൽക്കുക കമ്പാരിറ്റീവ് നോക്കുമ്പോൾ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? തിരുത്തെന്താ? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. തിരുത്തെന്താണെന്ന് വെച്ചാൽ ട്രാൻസ് ഹിമാലയാസ് ജിയോഗ്രഫിക്കലി older than the Greater Himalayas and represent the southern margin of the Tibetan Plateau. ആണല്ലോ, ടിബറ്റൻ പ്ലാറ്റൂൻ്റെ സദേൺ മാർജിൻ അല്ലേ? ഇവിടെ ഓൾഡർ എന്നായിരുന്നുവെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ശരി ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സി അല്ല. ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതെ, ശിവാലിക് ഹിമാലയസിനെ പറ്റിയാണ്. ട്രൈ ചെയ്തേടാ. കിട്ടിയോ? നോക്കാം. ശരി. The Shivalik range is the southernmost and youngest range of Himalayas, composed mainly of unconsolidated sediments like sandstone, conglomerate and clays. എന്നാൽ നിങ്ങൾ പറ, സാൻഡ്സ്റ്റോൺ എന്ത് തരം സ്റ്റോണിന് എക്സാമ്പിൾ ആണ്? കോഗ്ലോമറേറ്റ്സ് എന്തിനുള്ള എക്സാമ്പിൾസ് ആണ്? എന്ത് തരം സ്റ്റോണിൻ്റെ റോക്കിൻ്റെ എക്സാമ്പിൾസ് ആണെന്ന് പറയുക. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാ. 1 ശരിയാണെങ്കിൽ എവൻ കട്ട്. The altitude of Shivalik varies between 900 to 110, making them the highest part of the Himalayan system. ശിവാലിക്ക് ഹയസ്റ്റ് ആണോ? നിങ്ങൾക്ക് ആ വാല്യൂസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല. പക്ഷേ ഹയസ്റ്റ് സിസ്റ്റം ആണോ? അല്ല, ഏറ്റവും ലോവസ്റ്റ് അല്ലേ? ഏറ്റവും ഹയസ്റ്റ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളല്ലേ? അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് തെറ്റാ. അപ്പോൾ 2 തെറ്റാണെങ്കിൽ എൻ്റെ ഏതൊക്കെ ഓപ്ഷൻ പോയി? ഒരൊറ്റ ഓപ്ഷനെ പോയുള്ളൂ സാർ. ശരിയാ, ഒറ്റ ഓപ്ഷനെ പോയുള്ളൂ. ദ ശിവാലിക് വാലി ഓൾസോ നോൺ ആസ് ഡ്യൂൺസ് ലൈക്ക് ഡെറാഡൂൺ, കൊട്ട്ലി ഡൂൺ ആൻഡ് പത്ലി ഡൂൺ. ഇതിൽ ഡെറാഡൂൺ മാത്രം അറിഞ്ഞാൽ മതി. ലൈ ബിറ്റ്വീൻ ഹിമാലയാസ് ആൻഡ് ശിവാലിക് റേഞ്ച്. ഞാൻ നേരത്തെ പടം വരച്ച് കാണിച്ചായിരുന്നു നിങ്ങൾക്ക്. എവിടെ അതാ നടക്കുന്നത്. ഹിമാചലിന് ശിവാലിക് ഇടയിൽ ഡൂൺസ് വരുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താടാ? ശരിയല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണ്. അപ്പോൾ 3 4 നോക്കണം. ഓക്കെ, ഡ്യൂ ടു ദർ ലൂസ് സ്ട്രക്ചർ ദ ശിവാലിക്സ് ആർ പ്രോൺ ടു ഇന്റൻസ് ഇറോഷൻ ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് എസ്പെഷ്യലി ഡ്യൂറിങ് മൺസൂൺ. അതെ, 4 ശരിയാണ്. അപ്പോൾ 1 3 4 ആണ് ശരി ഉത്തരം. അതായത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി തെറ്റാണ്. കൺസിഡർ ദി ഫോളോയിങ് അബൌട്ട് റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ. ഇത് ആദ്യം ഇടാണ്ടതായിരുന്നു, ഇട്ടപ്പോൾ ഒന്ന് മാറിപ്പോയി. കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ട്രൈ ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടുന്നില്ല എങ്കിലും കുഴപ്പമില്ല. കുറച്ച് കട്ടിയായിട്ട് തന്നെ ഞാൻ ഇട്ടതാണ്. ഓക്കെ, ട്രൈ ചെയ്ത്
എക്സ്ട്രാ ഫാക്ട്സും ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും, അതുകൊണ്ട് ഇട്ടത്. കറക്റ്റ് നോക്കാം. ഇന്ത്യ ഈസ് ഒഫീഷ്യൽ ഡിവൈഡഡ് ഇൻ 6 physiological regions. ദ നോർത്തേൺ മൗണ്ടൻസ്, ഇന്ന് നമ്മൾ ഇതാണ് കേട്ടോ നോക്കിയത്, ഇത് കുറച്ചുകൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. ദ നോർത്തേൺ പ്ലെയിൻസ്, അതെ, ദ പെനിൻസുലർ പ്ലാറ്റ്യൂ, ദ ഇന്ത്യൻ ഡെസേർട്ട് ആൻഡ് ദി കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ദി ഐലൻഡ്സ്. 6ആയിട്ടാണ് മെയിൻലി ഡിവൈഡ് ചെയ്യുന്നത്. നമുക്ക് 5 പഠിക്കാവുള്ളൂ, നമുക്കത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇൻ ടേംസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാനിംഗ്, the Planning Commission 1950 divided India into 5 major regions for balanced development: Northern, Eastern, Western, Southern and Central India. ഇതെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയാ. ഇതെന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ റീജിയൻസ് ആണ്. രണ്ടും നമ്മൾ തിരിച്ചളയത് കേട്ടോ, രണ്ടും നമ്മൾ തിരിച്ചളയത് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ് അല്ല. നമുക്ക് അഡ്വാൻസ്മെന്റിന് വേണ്ടി എന്ത് ചെയ്യുന്നതാ, അങ്ങനെ ഡിവൈഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1, 2 ശരിയാണ്. ദ സോണൽ കൗൺസിൽസ് created under the State Reorganization Act of 1956 divide India into 5 zones: Northern, Central, Eastern, Western and Southern. Very very important ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു? ഇതുകൊണ്ട്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഏത് വർഷം നടന്നു? 1956 നടന്നത്. ആൻഡ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സോൺസ് ആയിട്ട് തിരിച്ചത്. ദി നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ NEC ആക്ട് ആസ് എ സെപ്പറേറ്റ് റീജിയൻ പ്ലാനിംഗ് ബോഡി ഫോർ ദി 8 നോർത്ത് ഈസ്റ്റേൺ സൈറ്റ് ഇൻക്ലൂഡിംഗ് സിക്കിം. ആരാ ഈ നോർത്തിൽ ഈസ്റ്റ് കിടക്കുന്ന ആളുകൾ? ആരാണ് ഈ ഈസ്റ്റ് അല്ലേ? അതെ, ഈസ്റ്റ് കിടക്കുന്ന ആരൊക്കെയാ? ഇന്നലെ പഠിച്ചത് നമ്മൾ അരുണാചൽ പ്രദേശ്, നമ്മുടെ മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, പിന്നെ ആരുണ്ട്? SAT പഠിച്ചു നമ്മൾ അല്ലേ? സിക്കിം പഠിച്ചു, ആസാം പഠിച്ചു, ത്രിപുര പഠിച്ചു. ഇടയ്ക്ക് ആരുണ്ട്? മേഘാലയ ഉണ്ട്. മൊത്തം 8 പേര്. ഈ 8 പേർക്ക് വേണ്ടിയാണ്, സെപ്പറേറ്റ് ആയിട്ടാണ്. ആൻഡ് 4th സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇതിൻ്റെ ആൻസർ അപ്പോൾ 1, 2, 3 ആൻഡ് 4 ആണ്. എനിക്കറിയാം ഒരുപാട് നമ്മളിന്ന് പഠിച്ചില്ല, വളരെ കുറച്ച് 30-35 മിനിറ്റ് എന്തോ നമ്മൾ വീഡിയോ കാണുള്ളൂ ഇന്ന്. ബട്ട് എന്നിരുന്നാലും ഇത് അറിഞ്ഞിരിക്കുക. അങ്ങോട്ട് അടുത്ത സെഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും? ഓക്കെ, ലാസ്റ്റ് സ്ലൈഡാണ്. പടം കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കാം. മാക്സിമം എന്ത് ചെയ്യാം? തീർക്കാൻ ശ്രമിക്കാം. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂടാ. കാണുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക. ആൻഡ് ഞാൻ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷൻസിൽ കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂടാ. താങ്ക് യു.